ഓം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് രാമായണം 28-ാം ദിവസം. രാഘവന്മാരും കപിവീരരും അതായത് മേഘനാഥവധം മുതൽ രാവണന്റെ ഹോമവീഖനം വരെ വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ അവിടം വരെ. ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. മേഘനാഥവധം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധു മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വെക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതര കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ ബന്ധു പറഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതര വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര കർമ്മ്യഗേഹങ്ങളും കാശീശ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും ഭാരണവൃന്ദവും വാജ്യസമൂഹവും പേരുകളും ബന്ധുവീണീടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഗനനും ചക്രനോടങ്ങറിയിച്ചാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം പൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ ബന്ധലറിപ്പാഞ്ഞുമാർത്തി മുഴുത്തു തെരുതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ വഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പുണ്ട ദുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഘനും എത്രയും പൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും
വൻപടയോടും പുറപ്പെട്ടു ചെന്നട ബിംബം കലർന്നടുത്താർ കവിവീരരും. രാത്രിയിലാത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചുമിടിച്ചും അടിച്ചുമങ്ങുറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തും പറിച്ചും മരാമരം തോറ്റുപോകായികെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താൻ അതു നേരമ്പു കൊണ്ടേറ്റമകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുണർന്നങ്ങടുത്താൻ പ്രജംഘനും. യുവാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താരതു നേരം അങ്കദൻ ഗൗണവന്മാർ മൂവരോടും പൊരുത അതിക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാം പ്രജംഘരത്താരേയനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നത് ശോണിത നേത്രനെയുമത മൈന്ദനും രൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനന്തേരിലമ്മാറു ചാടി വീണ് ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംബൻ പരിക്കവുമായുടൻ സംഹാര രുദ്രനെപ്പോലെ രണാതിരെ സിംഹനാദം ചെയ്തടുത്താൻ അതു നേര. സുഗ്രീവനെ പിന്നിലിട്ടു മാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനെ തക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംബനം പാരിൽ നുറുങ്ങി വീണു തൽപരികവും. ഉത്തമാങ്കത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാരപരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പുണ്ടിടിനാൻ. പിന്നെ കരാത്മജനം മകരാക്ഷസനോടന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങി വന്നിടുകന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തുരണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനര ചെന്ന അഭയന്തരികന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ. രാമചന്ദ്രനും വില്ലും കുഴിയ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു കരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിൽ ഇരുന്നൊരു ചാപവൻ തേരും പൊടിപൊടുത്താനേ ദുരാഘവൻ. സാരഥി തന്നെയും കൊന്നാൻ അതു നേരം പാരിലമ്മാറു ചാടി. ശൂലമം കൊണ്ടു ഭാരമടുത്ത മകരാക്ഷനത്തതാ പാപഗാത്രം കൊണ്ടു കണ്ടവൻ ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തേടിനാൻ. രാവണിതാനിതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനത് കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. 7 ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ട് മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ.
ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വിത്രാരജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ട സൗമിത്രി ചെന്നു കാകുസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമകാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതെല്ലായിലേവനും. ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്ത് വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതിദാനം പരവശനായതോ. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേ ദിവാ വിട്ടു മയ്യൽ മെഴിയാൽ മുറ വിളിച്ചിടിനാൽ ചോരയും പാരിൽ പരന്നിതു കണ്ടോ. മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേത് നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാപദം മമ സാമേതന്നോടുണർത്തിപ്പൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ടു രാഘവനെന്തതാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോടു സകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. യുദ്ധമാകന്യ വിധിസുതനം കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ട് അതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം. പോരിക നീമിങ്ങോട്ട് ഇനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുടെ നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘൂത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദവഞ്ജനാപുത്രനും ഉത്സംഗസീംനി ചേർത്താൻ അത് കണ്ടു. നിസ്സജ്ഞരായൊക്കവേ നിന്നു കവികളും ദുഃഖം കടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ദോഷമുണ്ടായതെന്ന് ആത്മന് ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതിരി സ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാ നിപുണനാമേഘനിനാഥനി കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ
തക്കത്തിലാശു നികമ്പിലയിൽ ചെന്ന പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനെ കൊണ്ടു കണ്ടൊരു മായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലാകിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിജേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയ്ക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു. മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോപരനും നടന്നാനതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിധാരനും ശൂരൻ വിഷവൻ ശരവൻ വിനതനും ധീരൻ പ്രമാതി ശതബലിജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ രതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്ന് വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പുക്കു നിറഞ്ഞിതോ. നക്തഞ്ചരമരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റളരച്ചെറ്റ കറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ച് രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുന്നിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നെത്തിയിടിനാൻ. വന്നു നികിമ്പിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രന് വന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തിതിവന് ഇനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ രൂകേടിനാൻ. പ്രശസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്ത ഇന്ദ്രജിത്തു മറ്റത്തും അസ്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതനുൽപ്പന്നമോദം കുമാരന സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു ദക്ഷണൻ ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു വൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവ്. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു വാർത്തു കണ്ടേതിങ്കതിയില്ല നിർണയം. ഊർത്തലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസ്സേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാലിങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേര മങ്ങാത ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞതാം ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര. വിശേഷിച്ചും കണ്ടുകൊള്ളല്ലെങ്കിൽ ഇന്നു ഞാൻ നിന്നുടെ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ.
ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ യുടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തക്ഷണേ ബാണം മഴ ഇയം വണ്ണൻ ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേന സൗമിത്രി കവചഞ്ഞു നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തന്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ശാപമെടുത്തു കുലച്ചുവാൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാൽ ഭജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റ അടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞീല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചു തന്നേര ഘോരമായുണ്ടായ സങ്കരം കൊണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഏത് ശംഭീര പുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവ നമസ്ത്രം കുമാരനും ലാഘവൻ ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുകവും മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ. അതു ചെന്ന് പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണതു രാവണി തന്നുടലാമയം തീർന്നതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൾ. പുഷ്പങ്ങളും പരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകർന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദ്വന്ദ്വവിനാദമും ഘോഷിച്ചു തേറ്റും ഏറ്റമാനന്ദിച്ചിനാശു വിരിഞ്ചനും. അന്നേരം ശങ്കാവിഹീനൻ ചെറുഞാണൊലിയിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാഥൻ ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനൻ ചെയ്തു രാഘവനോടമോദമം വർണ്ണിടിനാൻ. മൂർധനെ ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയ നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. രാവണന്റെ വിലാപം. ഇത്തമന്യോനം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണതു ഭൂമിയിൽ മോഹം കലർന്ന് അതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന ഹാഹാ സുകുമാര വീര മനോഹര. മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതോ ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും നിജന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതോ. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മം നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു വത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ.
എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറിത്തത്ത നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാൻ രാവണനെ കണ്ടു ഭീതയായത്രയും ബേഭതുഗാത്രിയായി ആ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിമാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവൃതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ എന്ന് യുദ്ധാന്തരേ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർത്തനം രാത്രിഞ്ചരേന്ദ്ര പ്രഭോ മയാസാർത്ഥം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാർഷൻ പറഞ്ഞതും യാതുതാനാധിപൻ കേട്ട് സന്തുഷ്ടനായ സ്ഥാനമണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുട്ടരോഷം പുറപ്പെട്ടത് പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നൊരു കൂത്തമൻ ബാണങ്ങളെ ഇതെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരും ഇനി മമ പോരും എന്നോർത്ത് അതിഭീരുമായി ലങ്കാപുരം ബുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ ആർക്കാത്മജാതിയമ്മർക്കട വീരരും അർക്കാനോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് ഭാരതിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു ചക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായതോ ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതോ സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനാകിയ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ച് ഇതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കടോ വില്ലും വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിലഗ്നി ഉണ്ടത്തിങ്കിൽ നിന്ന് പുറപ്പെടും. ബാണതൂണീരജാവശ്വരതാദികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചോൾകനോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമണിയോട് മൂലമന്ത്രം കേട്ടു യക്ഷോഗണാധിപനാകിയ രാവണൻ
പന്നകലോക സമാനമായി തീർത്തതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാംഗവ്യഹവ്യാധി ഹോമായ സദ്ദിവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ച് അതിൽ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനമന്തീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങിയത് ശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകിൽ എന്നുമേ നാം അവനോട് തോറ്റിയിടും മകാരനെ. അയച്ച് ഹോമം മുടക്കുവാനായി അയച്ചിടുക സമോദമാശു കവികുലവീരരെ. ശ്രീരാമസുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കെ 100 കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം ബുക്കുപുലബാലകന്മാരെയും കൊന്നു മർക്കടവീരൊരുമിച്ചനാകുലം. വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമാനിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവം ഹോമസ്ഥലം. ഹോമ ഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹയിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്ര തത്ര ഗുഹയിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവர்களுം അങ്കദാനുജ്ഞയാതെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചങ്ങു ധ്യാനിച്ചിരിക്കും അപ്പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു വൃത്യജനങ്ങളെ പിടിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമേച്ചു ഖണ്ഡിച്ചതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവന ശീഘ്രം പിടിച്ചു മറിച്ചുടൻ താടനം ചെയ്താൻ. അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠനും അരുൾ ചെയ്തു. രാവണൻ കയ്യിലിരുന്ന മഹശ്രുവം പാവനെ ശീഘ്രം പിടിച്ചു മറിച്ചുടൻ താടനം ചെയ്താൻ. അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ജ്ഞാനത്തിനേത് മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്ത നീവിയായി കഞ്ചുകഹീനയായി മിത്രസ്ഥനായി വിലാപം തുടങ്ങിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ട് ഇടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരെന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതോ ഒരേ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാ ബലീയസി മനസേ. വിധി വൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നതുത്തമമേവനും. നാണവും ഭഗ്നിയും വേണ്ടിയിലിവന്നുതൽ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായ സത്വരം അങ്കദൻ തന്നോടടുത്താൻ. അത് കണ്ടു തുങ്കശരീരികളായ കവികളൻ 15 പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാൻ. കോമമശേഷം മുടക്കി
വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിയിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവമിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോപമോഹസ്പൃഹാരാഗ കർഷാദിജരാമൃത്യു ജന്മങ്ങളജ്ഞാനജങ്ങളഖിലർക്ക് അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാത്മാപരനാദ്വയേനാനന്ദപൂർണസ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടനാത്മനി ശോകം കളക നീ വല്ലവേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനിൽ ഒരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യൽ നീ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരി ദശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്ന 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുരാ ഘോരമാമന്തരം ഭൃഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപുതന്മാരിടം കൈനകം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണ് ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്ധൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂഢാ ജളപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴുക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടോരു രാവണൻ ചണ്ട പരക്രമൻ ചൊന്നാനതു നേരെ. പുത്രമിറ്റാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്ത് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാഘവൻ തന്നോടെതിർത്ത് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.